നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നേരത്തെയും അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ആ ഒരു ശ്രമം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസിനെതിരെയാണ് ഇപ്പോൾ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. 3 CMRL ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ്, CMRLലെ 3 ഉദ്യോഗസ്ഥർ ഇവിടെ ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് മുന്നിൽ എത്തിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇന്നും ഏകദേശം ഒരു ഉച്ച അടുപ്പിക്കാറായപ്പോഴായിരുന്നു അവസാനിച്ചത്. 24 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലാണ്. ചോദ്യം ചെയ്യലിൻ്റെ പേരിൽ മാനസികമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചുവെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് EDക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയെ ശശിധരൻ കർത്തയും അതുപോലെ തന്നെ മറ്റ് 3 പേരും സമീപിച്ചിരിക്കുകയാണ്. എന്താണ് ഹൈക്കോടതിയുടെ വിധി, എന്താണ് ഹൈക്കോടതി ഒരു കേസ് പരിഗണിച്ചു പറയുക എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അറിയുവാൻ സാധിക്കുകയുള്ളൂ. മാസപ്പടി കേസിൽ ശശിധരൻ കർത്ത ഇന്നും ചോദ്യം ചെയ്യലിന് EDക്ക് മുന്നിൽ ഹാജരായില്ല. ഇന്ന് 10:30 ഹാജരാകാനായിരുന്നു ED നിർദ്ദേശം നൽകിയത്. ഇന്നലെ രാത്രിയായിരുന്നു ഇന്ന് ഹാജരാകണമെന്ന് കാട്ടി ED സമൻസ് അയച്ചത്. ശശിധരൻ കർത്തയോട് തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകി, പക്ഷേ അദ്ദേഹം എത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നലെ നോട്ടീസ് അയച്ചിട്ട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇന്നും അദ്ദേഹം ഹാജരായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഹൈക്കോടതി അദ്ദേഹം സമീപിച്ചിരിക്കുകയാണ്. CMRL ഇല്ലാത്ത സേവനത്തിന് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും 1,72 ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതിനൊപ്പം ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നുവെന്നും കണ്ടെത്തി. മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവരെ കൂടി വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലാണ് ED എന്നാണ് വിവരം. CMRL ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. CMRL കമ്പനി CFO സുരേഷ് കുമാർ, സീനിയർ മാനേജർ ചന്ദ്രശേഖരൻ, സിസ്റ്റംസ് ചുമതലയുള്ള 5 എന്നിവരെയാണ് ED ഇന്നലെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഇന്നലെ രാവിലെ 10 മണിയോടെ കൊച്ചി ED ഓഫീസിൽ ഹാജരായ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഉച്ചയോടെയാണ് തുടങ്ങിയത്. എന്നാൽ ആ ചോദ്യം ചെയ്യൽ ഇന്ന് വരെ നീണ്ടു നിന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം മറ്റൊരു സംഭവം കൂടി ഇന്നുണ്ടായിരിക്കുകയാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ മകളിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് പൊട്ടിത്തെറിച്ച് മുഖ്യമന്ത്രി. ആ ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ തോന്നലുമായി നിങ്ങൾ നടക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കേസിൽ EDയുടെ ചോദ്യം ചെയ്യൽ മകൾ വീണയിലേക്ക് എത്തുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു മറുപടി നൽകിയത്. അങ്ങനെ ഒരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ തോന്നലുമായി നിങ്ങൾ നടക്ക്, ബാക്കി നമുക്ക് പിന്നീട് പറയാമെന്ന് പറഞ്ഞ് മൈക്ക് ഓഫാക്കി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേൽക്കുകയായിരുന്നു. അതേസമയം ഈയിടയ്ക്ക് മാസപ്പടി കേസിലെ ED സമൻസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച MD ശശിധരൻ കർത്തയ്ക്ക് കനത്ത തിരിച്ചടിയേറ്റിരുന്നു. ED അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ED സമൻസിലെ തുടർ നടപടി തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചത്. ചോദ്യം ചെയ്യലിനായി തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ED ശശിധരൻ കർത്തയോട് നിർദ്ദേശിച്ചിരുന്നു. അത്തരത്തിലൊരു തിരിച്ചടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശശിധരന് ഹൈക്കോടതിയിൽ നിന്നും ഏറ്റതാണ്. പിന്നാലെ വീണ്ടും അദ്ദേഹം ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ്. ഈ ഒരു ചോദ്യം ചെയ്യലിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. EDയുടെ സമൻസിനെതിരെയാണ് അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഹർജിയിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം എന്നത് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഇന്നലെ ചോദ്യം ചെയ്യലിന് വിധേയരായ 3 CMRL ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. EDക്കെതിരെ അവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.